നമസ്കാരം. വാരണാസിയിലുള്ളത്. വാരണാസി എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുക ഇവിടുത്തെ താമസ സൗകര്യത്തെ പറ്റിയാണ്. ഇവിടെ അസീഘട്ടിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത്. ഞങ്ങൾ അവിടെയൊന്നല്ല താമസിക്കുന്നത്, ഇവിടെ റെയിൽവേ സ്റ്റേഷനിലത്തെ റിട്ടയർ റൂമിലാണ്. അതോടൊപ്പം തന്നെ ഇവിടെ വാരണാസിന്റെ കുറച്ച് കാഴ്ചകളും കൂടെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. വാരണാസി റെയിൽവേ സ്റ്റേഷൻ, അവിടെ ക്ലോക്ക് ഒക്കെ ഉണ്ട്. 8:25 സമയം ഇപ്പം. ഇവിടെ റിട്ടയർ റൂമൊക്കെ വരുന്നത് ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. പിന്നെ നേരെ ഇനിയിപ്പോ നമുക്ക് അവിടത്തോട്ട് പോവാം. പ്ലാറ്റ്ഫോമിലേക്കൂടെ കയറി അതുവഴിയും കയറാം. ഇവിടുന്ന് നേരില്ല ഈ ഒരു എൻട്രൻസ് വഴിയും നേരെ ഈ ഒരു എസ്കലേറ്റർ ഉണ്ടല്ലോ മുന്നില്, അതുവഴി നേരെ കയറി പോവാം. നമുക്ക് നേരെ ഈ എസ്കലേറ്റർ വഴി കയറി പോവാം. താഴേക്ക് എത്ര ആൾക്കാരാ നോക്കിയേ, നല്ല റഷാണ്. ഒരുപാട് ട്രെയിനുകളുണ്ടല്ലോ. BCST റെയിൽവേ സ്റ്റേഷനാ. ഇവിടെ കയറി കഴിഞ്ഞാടും ഈ ഒരു ഫ്ലോറിലല്ല ഉള്ളത്, ഇത് ഒന്നും കൂടെ കയറാനുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്നു പോവാം. ഇതുവഴി തന്നെ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്കും കയറി പോകാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. ഇതൊരു ഫുഡ് കോർട്ടാണ്. നമ്മൾ ഇതുവഴിയാണ് ഇനി ആദ്യം മുകളിലേക്ക് കയറുന്നത്. ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ടാവും, IRCTC റിട്ടയർ റൂം എന്നൊക്കെ പറയാൻ. സെക്കൻഡ് ഫ്ലോർ ഇതുവഴി റിട്ടയർ റൂമിലേക്ക് കയറാൻ ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. റൂമിൻ്റെ ആയാലും ഡോർമെട്രീൻ്റെ ആയാലും പ്രൈസ് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കിയോ. അതുപോലെ തന്നെ ഈ കയറുന്ന വഴിക്കാൻ ഒരുപാട് ഫോട്ടോകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഇതൊക്കെ റൂംസാണ്, ഡിലക്സ് റൂംസൊക്കെയാണ് ഇവിടെ. നമ്മുടെ ഡോർമെട്രിയൊക്കെ വരുന്നത് ഇവിടെയാണ്. ബങ്കർ ബെഡാണ്. ബങ്കർ ബെഡ് തന്നെ 2 തരത്തിലുണ്ട്, അപ്പറും ഉണ്ട് ലോവറും ഉണ്ട്. ഞങ്ങളിത് 2 അപ്പറാണ്, D10ഉം അതുപോലെ തന്നെ D12ഉം. ഇതെൻ്റെതും ഇത് നവീൻ്റെതും. പിന്നെ നമ്മുടെ ലഗേജൊക്കെ വെക്കണമെങ്കിൽ താഴെ തന്നെ അതിൻ്റെ സൗകര്യമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൽ ഇത്രയും സ്ഥലമുണ്ട്. ഇതിന് നമുക്ക് കീ ഒക്കെ കിട്ടും. ആ കീ ആണ് ഇത്. ഈ സ്റ്റെപ്പ് വഴി നമുക്കിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു പില്ലോ ഉണ്ട്, പിന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു കിടക്കയുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടില്ലാണ് കേട്ടോ. പിന്നെ നമുക്ക് പുതക്കാനില്ല ഇതുണ്ട്, ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഒരു ചെറിയ ലൈറ്റും ഉണ്ട്. പിന്നെ ഇത് പ്രൈവസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള പ്രൈവസിക്ക് വേണ്ടി കർട്ടനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് AC കൂടിയാണല്ലോ, നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. ഈ ബെഡിൻ്റെ വീതിയാണ് എടുത്തുകൊണ്ട് 2 പേർക്ക് കിടക്കേണ്ട അത്രയും വലിയൊരു ബെർത്താണ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും നല്ലൊരു ഡോർമെട്രിയാണ് ഇവിടെ വാരണാസി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇവിടെ 12 മണിക്കൂറാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ വെറും 350 രൂപയേ വരുള്ളൂ. 24 മണിക്കൂറാണെങ്കിൽ 700 രൂപ. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, നമ്മൾ 2 പേരുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ഒരു പൈസ മുടക്കുന്നതിന് പകരം നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ അസീഘട്ടിലൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. വാരണാസിയിലേക്ക് വരുന്നവർ കൂടുതൽ ആ കെട്ടിന്റെ ഭാഗത്തൊക്കെയാണ് താമസിക്കുന്നത്. അവിടെ എവിടെയെങ്കിലും റൂം എടുത്താൽ പോരെ എന്നൊക്കെ. പക്ഷെ ഇത് വിഷയം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എറണാകുളത്ത് നിന്ന് പട്ന സൂപ്പർ ഫാസ്റ്റിന് കയറിയിട്ടാണല്ലോ വാരണാസിയിലേക്ക് വന്നത്. ഇവിടെ ഒരു 1:45 ആകുമ്പോൾ ഇറങ്ങി. അപ്പോൾ ആ 2 മണി ആ ഒരു പുലർച്ചെ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഓൺലൈൻ വഴി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ചെക്ക് ഇൻ ടൈം വരുന്നത് 11 മണി അല്ലെങ്കിൽ 12 മണിയായിരിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം നമുക്കൊരു ഏർലി ചെക്ക് ഇൻ വേണമെങ്കിൽ വീണ്ടും എക്സ്ട്രാ ഫെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോട്ടലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയാ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതല്ലെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടി ആ വെളുപ്പിന് പല ഹോട്ടലുകളും ഇങ്ങനെ ഇറങ്ങേണ്ടി വരും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ചെക്ക് ചെയ്യുന്ന ടൈമും നമ്മളിപ്പം ഒരു ഇത്ര ദിവസം നിൽക്കുന്നുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ഇത് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ 2 പേരുടെയും പാത്രം പൈസ നോക്കിയിട്ടല്ല ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് വാരണാസിയിലൊക്കെ സോളോ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ തന്നെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇവിടെ നിങ്ങളുടെ PNR വെച്ചിട്ട് ഇവിടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. കാരണം ഈ മനു പറഞ്ഞ പോലെ തന്നെ 12 മണിക്കൂറിന്റെ പൈസയും 24 മണിക്കൂറിന് വെറും 700 രൂപ AC. അടിപൊളിയല്ലേ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ PNR വെച്ച് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. ഓഫ്ലൈൻ ഉണ്ട് ഇവിടെ, പക്ഷേ അത് വിശ്വസിച്ചിട്ട് അധികം വരണ്ട. കാരണം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വരുന്നത് തന്നെയാണ് നല്ലത്. ഇത് 3 മണിക്കൂർ 6 മണിക്കൂർ മുതൽ
നമുക്ക് 48 മണിക്കൂർ വരെയാണ് ഈ റിട്ടയർ റൂം ബുക്ക് ചെയ്യാനുള്ള ഒരു ടൈമിന്റെ ഒരു പരിധി പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം, അതായത് ഇവർ നിശ്ചയിച്ച സമയത്തല്ല, നമ്മുടെ ഇഷ്ടത്തിന് സമയത്ത് നമുക്ക് ആ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യാം. റൂമുകളുണ്ട്, റൂമൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഡോർമെറ്ററി നമുക്ക് വെർത്താണ്, ഒരാൾക്ക് വെർത്താണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ റിട്ടയർ റൂമിന്റെ കാഴ്ചകളൊക്കെ കണ്ടുമല്ലോ. അപ്പോൾ വരുന്നവർക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് വാരണാസിയിൽ നിന്ന് ഒരു 10-11 കിലോമീറ്റർ മാറിയിട്ട് സാരനാഥ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു സംസ്കാരമായിട്ടല്ല, അവിടെ വ്യത്യാസമാണ്. നമ്മുടെ കുറച്ച് ബുദ്ധിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധമുള്ള സ്ഥലമാണ്. അവിടത്തേക്കാണ് നമ്മൾ വന്നത്, അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞ് പോയതായിരുന്നില്ല. ഇപ്പൊ ഒരു ട്രെയിൻ വരാനുണ്ട്, നമ്മൾ ഇപ്പൊ ഇത്ര നോക്കിയത് ഒരു ലോക്കൽ ട്രെയിൻ വരുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ എന്താ വെച്ചു ബസ്സിനൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ ട്രെയിനിലുണ്ട്, ട്രെയിനിൽ തന്നെ പോകാൻ വെച്ചു. വല്ലപ്പം ധൃതിയോടെ പുറത്തു പോകണം, ഭക്ഷണം കഴിക്കണം, പെട്ടെന്ന് തന്നെ കയറി പോകണം. അതിന് പുറമെ ഈ ഒരു കീ ഇല്ലേ, ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു പേ, അതായത് നമ്മളൊരു പൈസ കൊടുത്തിട്ട് ഈ റിട്ടയർ റൂം ബുക്ക് ചെയ്യുമല്ലോ, ആ പൈസയിൽ ഈ ഒരു കീ കിട്ടൂല. ഇത് അവർക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ഒരു എമൗണ്ട് കൊടുക്കണം. അതായത് 100 രൂപയേ ഉള്ളൂ. അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കീ അതായത് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ ധൃതിയിൽ ഇതും എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു നഷ്ടമാണല്ലോ. അതെ, അതുകൊണ്ടാണ് അവര് 100 രൂപ. അപ്പം തിരിച്ച് കീ കൊടുക്കുമ്പോൾ അവര് 100 രൂപ നമുക്ക് തിരിച്ചു തരും. എന്നാ പിന്നെ പെട്ടെന്ന് പോകാല്ലേ. അതെ, വാരണാസി റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. നമുക്ക് ഈ ഒരു UTSന്റെ ഇതുവഴി തന്നെ എടുക്കാം. ഞങ്ങൾ 2 സെറ്റ് ഇഡ്ഡലി വാങ്ങിച്ച് ഇനി ഒരെണ്ണത്തിനായതുണ്ടല്ലോ 70 രൂപയാണ്. കുറച്ച് ഹൈ ആണല്ലേ പ്രൈസ്. നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. 2 ഇഡ്ഡലി മാത്രമേ ഉള്ളൂ, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്. സാമ്പാറും ചട്നി ഉണ്ട്. ഇതിനൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നില്ല. ചട്നി എന്തായാലും ഞങ്ങളെന്തായാലും ചട്നിയെ യൂസ് ചെയ്യുന്നുള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതാ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ളതാ മെമു വരുന്നുണ്ട്. അയ്യോ, ഹെവി റഷ് ആണല്ലോ. ഇത് മാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. നമുക്ക് അധികം ദൂരം പോകാൻ ഒരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. എങ്ങനെയൊക്കെ നിന്നാലും കുഴപ്പമൊന്നുമില്ല. സീറ്റൊന്നും വേണമെന്നേ ഇല്ല. അതാ സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു. ട്രെയിനിൽ കയറി സീറ്റൊന്നും ഇല്ല, നിന്നിട്ട് പോവാ. വേറൊരു കാര്യം, ഞങ്ങൾക്ക് 10 രൂപയേ ഉള്ളൂ. കാരണം ഇപ്പം ഇത് പാസഞ്ചർ ആണല്ലോ. മെമുവിന്റെ ഫെയറിനായിരുന്നു. പണ്ടത്തെ ആണെങ്കിൽ 30 രൂപ ഒരാൾക്ക് എക്സ്പ്രസ് ഫെയർ. അതെ, അതാ കൊറോണ സമയത്ത് വന്നത് എല്ലാം മാറ്റി ഇപ്പൊ സാധാരണ ഫെയറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് വണ്ടി എടുത്ത് അടുത്തത് വാരണാസി സിറ്റി റെയിൽവേ സ്റ്റേഷനാണ്. എന്തായാലും ഉത്തർപ്രദേശിലൂടെ ഒരു അൺറിസേർവ്ഡ് യാത്ര നടത്താം. നല്ല എക്സ്പീരിയൻസ് അല്ലേ. സർനാഥ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഇല്ല, ക്രൗഡൊന്നുമില്ല, കാമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ കണ്ട ഒരു വെറൈറ്റി നെയിം ബോർഡ്. ഓ, ഇവിടെ തിരക്കുണ്ട്. ഇതാ ഈ ഒരു ഭാഗത്ത്, റൂഫുള്ള ഈ ഒരു ഭാഗത്തുണ്ട് തിരക്ക്. സാരനാഥ്. അതുപോലെ തന്നെ നമ്മളാ വന്ന ഒരു ട്രെയിൻ അതിവിടെ നിന്ന് എടുത്തിട്ട് പോവാണ്. ഇത് പ്രയാഗ്രാജിൽ നിന്ന് മൗലേക്ക് പോകുന്ന ട്രെയിനാണ്. എന്തൊരു തിരക്കാന്നറിയ വണ്ടിയിലല്ലോ. അങ്ങനെ ഇതും ഇവിടുന്ന് എടുത്തിട്ട് പോവുകയാണ്. അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. ഇവിടെ എഴുതി ഈ 2ാമത്തെ ഭാഷ ഏതാണെന്ന് അറിയില്ല കേട്ടോ. അത് ആദ്യമായിട്ട് കാണാം. അതുപോലെ തന്നെ വാരണാസിയിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടല്ലോ. അതിൽ നിന്ന് ഒരുപാട് മാറി ഒരു 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സാരനാഥ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. ഈ സാരനാഥ് എന്നാണ് പറയുന്നത്, നമ്മള് സാരനാഥ് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഈ ട്രെയിൻ തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. നമ്മളിപ്പോ എപ്പോഴും ട്രെയിനിൽ പോയി ശീലമായല്ലോ. ട്രെയിൻ കണ്ട ആ സമയത്ത് ട്രെയിൻ എടുത്ത് നോക്കിയ സമയത്ത് കണ്ടു, ആ സമയത്ത് ട്രെയിനിൽ തന്നെ നമ്മൾ വന്നു. നിങ്ങൾക്ക് ബസ്സിന് വരാം, അല്ലെങ്കിൽ ഓട്ടോ ആക്കിയിട്ട് വരാം. ഓട്ടോക്ക് നല്ല ചാർജ് വരും, റെയിൽവേ സ്റ്റേഷൻ തന്നെ കിട്ടും. ഈ വാരണാസിയിൽ വരുന്നവര് സാരനാഥും കൂടെ വിസിറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ സാരനാഥിന്റെ കാഴ്ചകളിലേക്ക് പോവാം. സാരനാഥ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് തന്നെ ഒരു ബുദ്ധന്റെ ചിത്രം വെച്ചിട്ട് ഒരു ബോർഡുണ്ട്. അതിൽ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട 14 സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റാണ്. അതിൽ ആദ്യം തന്നെ അശോക സ്തംഭം എന്നൊക്കെ ഇതിലുണ്ട്. നമുക്ക് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകണം. ഇതിലെല്ലായിടത്തും പോകാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഭാഗത്തേക്ക് എന്തായാലും പോകാം. അതുപോലെ ഇവിടുത്തെ ചൂട് വരുന്നത് 36 ഡിഗ്രിയാണ്. ഈ ഒരു ഇത്ര സമയം ആയതേ ഇല്ല, 9:30 ആയതേ ഇല്ല. ആ സമയത്ത്
ഇത്രയും ചൂട്. അയ്യോ, ഒരു മണിയൊക്കെ ആകുമ്പോൾ എത്രയും വരും? 40 കയറും മിക്കവാറും. നടന്നു പോകാനുള്ള ഈ ഒരു വഴിയൊക്കെ അടിപൊളിയാണ്. നല്ല വൃത്തിയാണ് എല്ലായിടത്തും. വേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ. നമ്മൾ ഏകദേശം നമ്മുടെ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താനായി. ഒരു 150 മീറ്ററും കൂടെ ഉള്ളൂ. ദ ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഈ മേളിൽ എഴുതിയിട്ടുള്ളതില്ലേ, അത് ചൈനീസാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പം ആദ്യം കാണുന്ന ഒരു ടെമ്പിളാണിത്. കയറി വരുമ്പം തന്നെ നമുക്ക് ഇവിടെ വലിയൊരു മാപ്പൊക്കെ കാണാം. പണ്ട് കാലത്തെ ഒരു മാപ്പാണ്. അതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ മേലെയും ഒരുപാട് ഫോട്ടോകളൊക്കെ ഉണ്ട്. അതൊക്കെ ബുദ്ധനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങ് മുഴുവനായിട്ടുണ്ട്. ഇവിടെ തന്നെ ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയും കൂടിയുണ്ട്. ശരിക്കും ഈ ഒരു സമയത്താണ് ഈ ഒരു ഭാഗത്ത് വരേണ്ടത്. കാരണം നല്ല കാമാണ്. അതുപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് പ്ലീസ് ഡു നോട്ട് ടച്ച് സ്റ്റാച്ചു. അതായത് ഈ ഒരു പ്രതിമയിൽ തൊടാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 വിശുദ്ധ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ലുംബിനി, മറ്റൊന്ന് ബോധ്ഗയ, പിന്നെ സാർനാഥ് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം, പിന്നെ മറ്റൊന്ന് കുഷിനഗര. വേറൊരു കാര്യം, ഈ ബോധ്ഗയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനിവരും പോയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് ഞങ്ങൾ പാട്നയിൽ നിന്ന് റാഞ്ചി പോകുന്ന വഴി പോയതാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, പിന്നെ ഈ ഒരു ഭാഷയുണ്ടല്ലോ, അത് ഏതാണെന്ന് എനിക്കും അറിയില്ല, മനുവിനും അറിയില്ല. ഇത് ചൈനീസ് അല്ല, വേറെ ഏതെങ്കിലും അറിയാതെ പറയുന്നില്ല കേട്ടോ. ബുദ്ധനുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാള്, അങ്ങനത്തെ ഒരുപാട് സ്ഥലം, മലേഷ്യ. അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഭാഷയായിരിക്കാം. നമുക്കൊരിക്കലും അറിയാതെ പറയാൻ പറ്റില്ല, തെറ്റ് പറയാൻ പറ്റില്ല. തീർച്ചയായും. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ടെമ്പിൾ ഉള്ളത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അധികം ശബ്ദം എടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്. ഇവിടെ ഡൊണേഷൻ ബോക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട്. നല്ല ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണല്ലോ, പുറത്ത് നല്ല ചൂടും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ആയിട്ട് അശോക സ്തൂപമൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ബുദ്ധൻ്റെ ഒരു പ്രതിമയും ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് നേരെ നോക്കി കാണുന്നില്ല, ഇത് ചൈനീസാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പം നേരെ നമുക്ക് അടുത്തൊരു സ്ഥലത്തോട്ട് പോവാം. വാരണാസി കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ 7 കിലോമീറ്റർ, വാരണാസി എയർപോർട്ട് 26 കിലോമീറ്റർ, ദശശ്മേധ് ഘട്ട് 12 കിലോമീറ്റർ. നമുക്ക് നേരെ കാണുന്ന അടുത്തേക്കാണ് പോകേണ്ടത് കേട്ടോ. ദംകേത് സ്തൂപ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗമില്ലേ, നമുക്ക് ആ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗമൊക്കെ ഉള്ളത് നേരെയാണ്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടുള്ള നടത്തം തുടരാം. ഈ കാണുന്ന വഴി നടന്നിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ടെമ്പിളായ ബുദ്ധ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് അധികമൊന്നും നടക്കാനില്ല, ഒരു 100 മീറ്ററും കൂടെ നടക്കാനുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നെത്തി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫ്ലാഗ്. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു തൊട്ട് ഇവിടെ ആയിട്ട് തന്നെ അങ്കരിക ധർമ്മപാലയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അദ്ദേഹമാണ് മഹാബോധി സൊസൈറ്റീൻ്റെ ഫൗണ്ടർ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ശ്രീലങ്കയിലാണ്, മരണപ്പെട്ടത് ഈ സർനാഥിൽ വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു തൊട്ട് ഇവിടെ ആയിട്ട് തന്നെ മറ്റൊരു സ്റ്റാച്ചു കൂടി ഉണ്ട്, സമ്രാട്ട് അശോക്. ഇവിടെ ഒരുപാട് സ്റ്റാച്ചുകളുണ്ട്. രാത്രിക്ക് ഇവിടെ നല്ല ലൈറ്റൊക്കെ ഉണ്ട്. നമ്മളാ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടില്ല. ഒരുപാട് വിദേശികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഈ ഒരു ചുമരിലെല്ലാം ഓരോരോ പെയിൻറ്റിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ക്ഷേത്രം നിർമ്മിച്ചത് മാർബിൾ കൊണ്ടാണ്. അത് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ ഇവിടെയും നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്താണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു മണിയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും വലിയൊരു മണിയുണ്ട്. പിന്നെ ഇതാണ് ധർമ്മചക്രം. നമുക്കിങ്ങനെ കറക്കി പോകാൻ പറ്റും. ഇതിലെന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കിങ്ങനെ കറക്കിക്കൊണ്ട് പോവാം. ഇവിടെയല്ല, ശരിക്കും ഇവിടെയും പിടിക്കാം, ഇതിലും പിടിക്കാം. പക്ഷെ ആൾക്കാരൊക്കെ പിടിക്കുക ഇതിൽ തന്നെ അല്ലേ. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്കും കറക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്തേക്ക് കറക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കും മനുവിനെ അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. അതായത് ഏത് ഭാഗത്തേക്ക് കറക്കണം എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇതെല്ലാ ഭാഷയുണ്ടല്ലോ. ഇത് സിംഹളയാണോ സംശയമുണ്ട്. അത് ഹിന്ദി. അതുപോലെ തന്നെ ഹിന്ദി. ഇത് ബംഗാളി ആണോ അസാമീസ് ആണോ, അതിലേതോ ഒന്നാണ്. ഗുജറാത്തി അല്ലല്ലോ. ഗുജറാത്തി അല്ല. അതുപോലെ അപ്പം എല്ലാ ഭാഷയും ഉണ്ടാവുമല്ലോ.
ഓ ഇവിടെ എല്ലാ ഭാഷയുണ്ട് അത്യാവശ്യത്തിന്. ഇത് നമ്മുടെ ഇന്ത്യയിലത്തെ ഒരു ഭാഷയാണെന്ന് തോന്നില്ല. ഇതൊട്ടുമല്ല, ഇതൊക്കെ ഏതൊക്കെയോ ഭാഷ. ഇതൊക്കെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഇത് മലേഷ്യ ഒരു ഭാഗത്തില്ല ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. ഈ പറഞ്ഞ ഇതിൽ 3 ഭാഷകൾ മാത്രമേ ഞങ്ങൾക്ക് അറിയാത്ത. ബാക്കി നമ്മുടെ ഇന്ത്യയിലത്തെ സിമ്മുകൾ നമുക്ക് അറിയാലേ, ശ്രീലങ്കയിലത്തെ ഭാഷ. അതെ 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 അതെ. ഇതാ ഇവിടെയും ഉണ്ട് അത്ര. ക്ഷേത്രത്തിന്റെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ ദമേക് സ്തൂപേൻ്റെ ഇവിടത്തോട്ട് പോവുകയാണ്. ഇത് വഴിയാണ് നടക്കുക. സൈഡിൽ രണ്ടും മരങ്ങൾ തന്നെയാണ്. ആ ഒരു ഇടവഴി ശരിക്കും ഇതിലൂടെ നടക്കാൻ മതി. തണൽ ഇതിലൂടെയാണ്. വെറുതെ എന്തിനാ വെയിലത്തൂടെ നടക്കുന്നത്? ഓ എന്തൊരു സുഖം എന്നറിയാം ഇതിൻ്റെ അടിയിലൂടെ നടക്കുമ്പോൾ. നല്ല തണുപ്പല്ലേ? പിന്നെ ചൂടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടല്ലോ, ഇപ്പൊ 40 ഡിഗ്രി. ഈ സമയത്ത് നമ്മുടെ നാട്ടില് നിങ്ങൾ വീഡിയോ കാണുന്ന സമയമായാലും ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. അതേസമയം ഇപ്പൊ നോർത്ത് ഇന്ത്യ UP ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അയ്യോ ഇപ്പൊ 40 ഡിഗ്രി ആയി. സമയം 10:30 ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ. ഇതിൻ്റെ അകത്തേക്ക് ആൾക്കാരൊന്നും അധികം കയറുന്നൊന്നും ഇല്ലല്ലോ. ഇവിടം വരെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഗേറ്റൊക്കെ ക്ലോസാ. ഈ ഒരു സ്തൂപത്തിന് 128 അടി ഉയരമുണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബുദ്ധൻ ഈ പറഞ്ഞ ഇന്ത്യയിലും നേപ്പാളിലും ശ്രീലങ്കയിലും ആയിട്ട് 84 സ്തൂപങ്ങൾ പണിതിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ദമേക് സ്തൂപ. ഇത് പണി കഴിപ്പിച്ചത് ഇഷ്ടിക കൊണ്ടാണ്. അത് നമുക്ക് ഇവിടുന്നേ കാണാൻ പറ്റുള്ളൂ. ആ മുകൾ ഭാഗത്തൊക്കെ ആ ഇഷ്ടിക ശരിക്കും നമുക്ക് എടുത്ത് കാണാൻ വേണ്ടി കഴിയും. ശരിക്കും ഇവിടത്തേക്കും കൂടെ പ്രവേശനം വേണമായിരുന്നു. നമുക്കിതൊക്കെ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാമായിരുന്നു. ഇത് അവിടത്തേക്ക് ഒരു പട്ടിക്കുട്ടനൊക്കെ പോകുന്നുണ്ട്. അതാ ഇവിടെ ബുദ്ധ ടെമ്പിൾ മാത്രമല്ല ജൈൻ ടെമ്പിളും കൂടി ഉണ്ട് കേട്ടോ. അതായത് ജൈന ടെമ്പിളും കൂടി ഉണ്ട് ഇവിടെ. എന്നാൽ പിന്നെ നമുക്ക് നേരെ ആ ഒരു ക്ഷേത്രവും കൂടെ കാണാൻ വേണ്ടി പോവാം. നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്നും കൂടെ കിട്ടും. അവിടത്തേക്ക് എന്തായാലും കയറിപ്പോകാൻ പറ്റില്ല, അത് ലോക്ക് തന്നെയാണ്. ശ്രീ ദിഗംബർ ജൈന ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര്. ഇതുവഴി ഇവിടെ ഇങ്ങനത്തെ ഒരു ആൽമരയൊക്കെ ഉണ്ട് കേട്ടോ. വിശ്രമിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. എന്തൊരു ഹൈറ്റാ. എനിക്ക് തോന്നുന്നു ഈ ഒരു മരത്തിന് ഒരു 10-40 കൊല്ലത്തിന് മുകളിൽ പഴക്കം ഉണ്ടാവുമല്ലോ എന്തായാലും. കണ്ടിട്ട് തോന്നുന്നുണ്ട്, നല്ലൊരു പഴക്കം തോന്നുന്നുണ്ട്. ഇവിടെയാണ് ആ ഒരു ക്ഷേത്രം വരുന്നത്. വാരണാസിന്റെ ആ തിരക്ക് പിടിച്ച സ്ഥലത്ത് നമ്മൾ നേരെ സാരനാഥിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ വളരെയധികം ഡിഫറെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ വളരെയധികം കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. നമുക്കൊരു ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ അന്തരീക്ഷം കണ്ടാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ പോലും അത് മനസ്സിലാവും. അപ്പം നമ്മൾ അവിടെ നേരത്തെ ആ ചൈനീസ് ടെമ്പിളിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ 4 ഹോളി പ്ലേസസ് കണ്ടു ബുദ്ധനുമായി റിലേറ്റഡ്. അതിലൊന്ന് വരുന്നത് ലുംബിനി. ഗൗതമ ബുദ്ധൻ പരമ്പരാഗത ജനിച്ച സ്ഥലമാണ് ലുംബിനി എന്ന് പറഞ്ഞു. അതുപോലെ രണ്ടാമത്തെ ബോധ്ഗയ എന്ന് പറഞ്ഞാൽ ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം. പിന്നെ കുശിനഗർ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സാരനാഥിലാണ് ഗൗതമ ബുദ്ധൻ ആദ്യമായിട്ട് പ്രഭാഷണം പഠിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത്. അതായത് ബുദ്ധൻ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്തൊരു സ്ഥലമാണ് ഈ പറഞ്ഞൊരു സാരനാഥ്. ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് അശോക സ്തംഭത്തിൻ്റെ. അതായത് നമ്മുടെ നോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായി കാണുന്ന ഈ ഒരു സിംഹത്തിൻ്റെ ഇതില്ലേ, ഇതാണ് അശോക സ്തംഭം. മുമ്പ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ പോയി കാണാമായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല, കാരണം ഇവിടുത്തെ ആർക്കോളജിക്കൽ മ്യൂസിയത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അപ്പം ആർക്ക് വേണമെങ്കിലും അത് പോയി കാണാം, ഒരു പ്രശ്നമില്ല. പക്ഷേ വീഡിയോഗ്രാഫി അതിൻ്റെ അകത്ത് അലോഡല്ല. അപ്പം നമുക്കിപ്പോൾ അത് പോയി ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാമായിരുന്നു. ഇവിടെയൊക്കെ കണ്ട നിങ്ങൾ സാരി, അതായത് ബനാറസ് സാരി. ഇവിടുത്തെ മെയിനാണ് ഈ ഒരു സാരി, ഹാൻഡ്ലൂം ബനാറസി സാരി. ഇവിടെ വന്നാൽ നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. ഇത് ഇവിടെ എല്ലായിടത്തും ബോർഡുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് നടന്നിട്ട് പോവുക. ഞങ്ങൾ സാർനാഥ് റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. നേരെ വാരണാസി ജംഗ്ഷനിലേക്ക് പോവുക. ഇത് സാർനാഥ് എക്സ്പ്രസ്സാ. ചപ്രയിൽ നിന്ന് ദുർഗിലേക്ക് പോകുന്ന ട്രെയിൻ. എൻ്റെ അന്തസ്സോടൊക്കെ അങ്ങ് പുറകില്ല. അയ്യോ അയാൾ അതെല്ലാം വീണോടെ അവിടെ. അയ്യോ പോയി 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 പെട്ടെന്ന് ഓടി പോകുന്നോണ്ടാ. അയ്യോ അങ്ങനെ ഈ വീടത്ത് ഒരു പൈസ ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ അല്ലേ. തീർച്ചയായും. ഇവിടെ സർനാഥൊക്കെ നെയ്ബോളുണ്ട്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ട്രെയിൻ ഇപ്പോൾ വാരണാസി സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, എന്നെയും നവീനെയും കണ്ടാൽ മനസ്സിലാവും, വേർത്ത് കുടിച്ച് ആ ഒരു അവസ്ഥ എത്തിയിട്ടാണ് ഉള്ളത്. കാരണം ഇവിടുത്തെ ഇത് കണ്ടോ, 43 ഡിഗ്രി സെൽഷ്യസ് ആണ്. എൻ്റെ പൊന്നോ, വേർത്തൊരു രക്ഷയില്ല. നമ്മുടെ സാർനാഥ് എത്തിയ ശേഷം അവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വാരണാസിന് പുറപ്പെട്ടത്. പക്ഷേ ആവുന്നില്ല. കാരണം നമുക്ക് പ്രകൃതിയോട് എന്താ പറയുക,
നമുക്ക് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഭയങ്കര ചൂടാണ്. അസഹ്യം വേണം, നമുക്ക് ഇറങ്ങി നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വെള്ളമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ജനറൽ കോച്ചിൽ കയറിയത്. അതിലാണെങ്കിൽ സൂചി കുത്താനായിട്ടും ഇല്ല. ഇപ്പോൾ ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ നേരത്തെ എത്തി, ഒരു 3 കിലോമീറ്റർ പോകാനുള്ളൂ. ഫ്ലാഗ് ടൈം ഉള്ളതുകൊണ്ട് 20 മിനിറ്റ് ഇവിടെ പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് അതിനകത്ത് നിൽക്കാൻ പറ്റാൻ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇതൊക്കെയാണ് ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. വാരണാസി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. ഇത് വാരണാസി റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. കാരണം നല്ല രീതിയിൽ വിശപ്പല്ലേ നവി? രാവിലെ ആ ഇഡലി കഴിച്ചൊന്നും ശരിയായില്ല. ഇപ്പോൾ വേറെ ഒന്നും കഴിക്കാം. വെജ് താലി കഴിക്കാൻ നോക്കാം പരമാവധി, അതാവുമ്പോൾ നല്ലതാണ്. 44 ഡിഗ്രി ആയി നവി. കൂടി വരും എൻ്റെ അമ്മ. ഉച്ചക്ക് കഴിക്കുന്നത് വെജ് ബിരിയാണിയാണേ. ഇത് പനീറാണ് ഇതിൻ്റെ നടുക്കുള്ളത്. ഇത് റൈത്തയാണ്, അതുപോലെ തന്നെ നമ്മുടെ കക്കിരി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരെണ്ണത്തിനായത് 120 രൂപയാണ്. അപ്പോൾ ഒരെണ്ണം കൂടെ വരാനുണ്ട് അത്ര നവീന് കൂടെ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിനിപ്പോൾ നേരെ റിട്ടയർ റൂമിലേക്ക് കയറി പോവുകയാണ്. ഇനിയിപ്പം കുറച്ച് നേരം AC ഇരിക്കണം. കാരണം എന്താകുമ്പോൾ ആ ചൂടിനെ പറ്റി വീണ്ടും പറയുന്നില്ല കേട്ടോ. സാരനാഥിന്റെ അവസ്ഥ നമ്മൾ നടന്ന സമയത്ത് നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യം, പ്രകൃതിയുടെ കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു റിട്ടയർ റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. വലിയ ചീപ്പാണെന്ന് പറഞ്ഞില്ല, പക്ഷേ സിംഗിളായിട്ടൊക്കെ വരുന്നവർക്ക് എന്താ പറയുക 12 മണിക്കൂറൊക്കെ എടുക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അവിടെയാണ് ഈ റിട്ടയർ റൂം ഡോർമെട്രി സിംഗിളായിട്ട് വരുന്നവർക്കാണ് ഒരുപാട് ഉപകാരപ്പെടുന്നത്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.